ഹായ്, നമസ്കാരം. ഞാൻ ശരണ്യ. ടോക്ക് വിത്ത് ചാരുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ എല്ലാ ആഴ്ചയും ക്ലാസ്സിന്റെ അവസാന ട്രിക്ക് പറയും, പിറ്റത്തെ ആഴ്ച അതിന്റെ ആൻസർ പറയും, അതിന്റെ സീക്രട്ട് പറയല്ലേ സാധാരണ ചെയ്യാറ്. നമുക്ക് ഈ ആഴ്ചയിൽ നിന്ന് നേരെ ഒന്ന് വിപരീതമാക്കിയാലോ? ഈ എപ്പിസോഡിൽ മൊത്തം ട്രിക്ക് മാത്രം, അതിന്റെ സീക്രട്ടും. അപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം ശിഖാചന്ദ്രനെയും ഒപ്പം മാഷിനെയും. നമസ്കാരം ശിഖ. നമുക്കിന്ന് ഒരു പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അബാക്കസിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ വളരെ എളുപ്പത്തിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അബാക്കസ് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിനൊന്നും സ്റ്റെപ്പ് ആവശ്യമില്ല, പല കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പിലാണ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അബാക്കസിലൂടെ പഠിക്കുന്നത്. ഏത് സംഖ്യ ഗുണിക്കാനും നമ്മൾ സ്റ്റെപ്പൊന്നുമില്ലാതെ മൈൻഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുണിക്കാൻ പറ്റും. പലതിനും പല ടെക്നിക്കാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സിലായിട്ട് 15 സ്ക്വയർ, 25 സ്ക്വയർ, 35 സ്ക്വയർ, 5 അവസാനം വരുന്ന സംഖ്യകളുടെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ കാണാനുള്ള വിദ്യ പഠിച്ചിട്ടുണ്ട്. ആദ്യം 5 വരുന്ന 51 സ്ക്വയർ, 52 സ്ക്വയർ, 53 സ്ക്വയർ, അപ് ടു 59 സ്ക്വയർ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അത് വളരെ ഫാസ്റ്റായിട്ട് മൈൻഡ് കൊണ്ട് ഉത്തരം കാണുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ട്രിക്ക് ഉപയോഗിച്ചിടാം, വ്യത്യസ്തമായ ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അത് ഇഷ്ടമല്ല എങ്ങനെ പഠിക്കുന്നത്. സ്റ്റെപ്പ് ഇട്ട് പഠിക്കുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ പഠിക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ പഠിക്കുന്നില്ലേ, എക്സാമിനൊക്കെ വളരെ ഫാസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആലോചിക്കേ വേണ്ട. അതാണ് ഇതിൻ്റെ ഗുണം. മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് മത്സര പരീക്ഷ, ഇപ്പോൾ ശിഖര ചേച്ചി ഉണ്ടെങ്കിലും ഏട്ടനുണ്ടെങ്കിലോ ബന്ധുക്കളുണ്ടെങ്കിലോ മത്സര പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായത് നീ പറഞ്ഞു കൊടുക്കുന്നത്. റെഡിയാ? അപ്പോൾ കൂടുതൽ പഠിക്കും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടക്ക സംഖ്യകൾ 42, 48. 42 × 48 ഇതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ ഉത്തരം കാണാൻ പറ്റും? 42 × 48 അതിനൊരു പ്രത്യേകതയുണ്ട്. 42 × 48 അതിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ രണ്ട് സംഖ്യ, ഈ രണ്ട് സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ, 10ാം സ്ഥാനത്തുള്ള സംഖ്യ എന്താണ്? 4. 42, 48 10th place, 10ാം സ്ഥാനത്തുള്ള സംഖ്യ സെയിം ആണല്ലേ, 4. 1st place, 1ാം സ്ഥാനത്തുള്ള സംഖ്യ ആകുമ്പോഴോ 2, 8 രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 10. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാം. ശിഖ നോക്കൂ, 1st place രണ്ടും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? 16. 2 × 8 16. അത് ലാസ്റ്റ് കൊടുത്തു നമ്മളല്ലേ, 16 ലാസ്റ്റ് കൊടുക്കണം. 16 രണ്ടും 4 ആണല്ലോ വരുന്നല്ലേ. 4ന്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര കിട്ടും? 5 × 4. 5 × 4 = 20. 16ന്റെ തൊട്ട് ബാക്കിൽ എഴുതിയാൽ മതി. രണ്ട് സംഖ്യകളിൽ 48 × 42, 42 × 48. 10th place, 10ാം സ്ഥാനത്ത് തുല്യം. 1ാം സ്ഥാനം രണ്ടും കൂടി കൂട്ടിയാൽ 10. ശബ്ദം വരുന്നില്ല. 1ാം സ്ഥാനം രണ്ടും കൂടി കൂട്ടിയാൽ 10 കിട്ടും. അപ്പോൾ 1ാം സ്ഥാനത്ത് രണ്ടും ഗുണിച്ചു. 2 × 8 16. അത് നമ്മളവിടെ എഴുതി. എന്നെ തൊട്ട് പിൻവശത്ത് രണ്ടും 4 അല്ലേ, 4ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 5 × 4 20. ആൻസറായി, അവിടെ എഴുതി ആൻസർ. 16ന്റെ തൊട്ട് പിൻവശത്ത് 20 കൊടുത്താൽ 2016. എളുപ്പമല്ലേ? ഗുണിക്കാൻ പോണോ? മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് കേൾക്കും. 43 × 47 അതിനും സെയിം മെത്തേഡല്ലേ. 4, 4, 3, 7. 3 × 7 21. 3 × 7 21 അവിടെ എഴുതി. 4 × 5 20 അല്ലേ. 2, 0, 2, 1. ഒരു മറ്റൊരു രണ്ടക്ക സംഖ്യ പറ. 40 അല്ല, ഒരു 50 വരുന്ന രണ്ടക്ക സംഖ്യ പറ. 61 × 69. ഗുഡ്. ഒന്ന് എഴുതി നോക്കൂ. 61 × 69. അവിടെ ശ്രദ്ധിക്കണം. 1st place
6. ടെൻസ് പ്ലേസ് അല്ലേ? വൺസ് പ്ലേസ് 1 1 plus 9, 10. 1 and 9 10 അല്ലേ വരുന്നത്? അപ്പോൾ ഒന്നും പ്രശ്നമില്ല. 1 into 9 9. 9 മാത്രം എഴുതിയാൽ പോരാ, തൊട്ട് പിൻവശത്ത് ഒരു 0 കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? രണ്ടക്ക സംഖ്യ വരണ്ടേ? 9 തൊട്ട് ബാക്കിൽ നമ്മൾ ഒരു 0 കൊടുത്തു, അപ്പോൾ രണ്ടക്ക സംഖ്യയായി അവിടെ. ഇനി 6ന്റെ കൂടെ ഒന്ന് കൂട്ടി എന്ത് കിട്ടും? 7. 7 into 6 42. ആൻസർ ഈസ് 4209. 4209. ഈസി അല്ലേ? ഇനി ഞാനൊരു സംഖ്യ പറയാം, അത് എഴുതിക്കോളൂ. 74 ഇൻറ്റു ഗുണിക്കണം 76. ഒന്ന് ചെയ്തു. നമ്മളെ മെത്തേഡ് പ്രകാരം കറക്റ്റാണോ? ശരി. 5624. ഒറ്റ സ്റ്റെപ്പിലായാലും ഉത്തരം. ഇത് ഓക്കെ അല്ലേ വിശിക? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും കേട്ടോ. നീ പ്രാക്ടീസ് ചെയ്യണം, അതാണ് എൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകം, പ്രാക്ടീസ്. അടുത്ത് വളരെ സിമ്പിളായിട്ടൊരു സംഭവം, വളരെ എളുപ്പമായിട്ടൊരു സംഭവം. സ്കൂളിലൊക്കെ സ്ക്വയറൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് സ്ക്വയർ സാധാരണ ചെയ്യുക? മൾട്ടിപ്ലൈ ആയിട്ടല്ലേ ചെയ്യുക? 11 into 11, 12 into 12, 12 സ്ക്വയർ, 12 into 12, 13 സ്ക്വയർ. ഇതിനു മുമ്പ് സ്ക്വയറിൻ്റെ കുറേ നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. 15 സ്ക്വയർ 2 അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആദ്യം 5 സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് 11 സ്ക്വയർ, 12 സ്ക്വയർ, 13 സ്ക്വയർ അപ് ടു 19 സ്ക്വയർ. ഇതെങ്ങനെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നതാണ് നമ്മൾ പഠിക്കാണ്ട് പോകുന്നത്. 11 സ്ക്വയർ ആകുമ്പോൾ 11 + 1 12 അല്ലേ? 11 1 12, 120. 1 സ്ക്വയർ 1, 120 3 121. 12 സ്ക്വയർ 12 2, 12 2 14. 140. 14 ആകുമ്പോൾ 140. 2 സ്ക്വയർ 4, 140 4 144. 13 സ്ക്വയർ 13 3 16, 160. ഇനി 3 സ്ക്വയർ 9, 169 169. ആ രീതിയിൽ പോയാൽ മതി. മനസ്സിലായില്ലേ? 18 സ്ക്വയർ 17 സ്ക്വയർ 16 സ്ക്വയർ 16 സ്ക്വയർ നോക്കാം. 16 6 16 6 എത്ര? 22 220. ഇനി 16 6 6 സ്ക്വയർ 6 6 36, 220 36 256. എളുപ്പമല്ലേ? ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് കിട്ടൂലേ? ഗുണിക്കാൻ വേണ്ടി പോകണം? വേണ്ട. പെണ്ണ് മനസ്സിലാവശ്യമുണ്ടോ? ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫിംഗറോ അല്ലെങ്കിൽ മൈൻഡോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ചും കൂടി വലിയ സംഖ്യകൾ. 91 സ്ക്വയർ, 92 സ്ക്വയർ, 93 സ്ക്വയർ, 94 അങ്ങനെ 99 വരെയുള്ള സ്ക്വയർ. 91 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91 into 91. അത് ഗുണിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ടല്ലേ? ഗുണിക്കാനൊന്നും പോകണ്ട നമ്മൾ. 91 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91 100 ആകുമ്പോൾ നമുക്ക് എത്ര സംഖ്യ വേണം? 9 അല്ലേ? 9. അതിൻ്റെ സ്ക്വയർ 9 into 9 81. 9 into 9 81. 81 എഴുതി. 81 എഴുതി. അതിൻ്റെ തൊട്ട് പിൻവശത്തുള്ള രണ്ട് സംഖ്യ 91 9 കുറച്ചോ? 82. 82 അല്ലേ? 82 അല്ലേ വരുന്നത്? അപ്പോൾ 8281 ശരിയോ? ഓക്കെ. 8281. ഒരു ഉദാഹരണം കൂടി പറയാം. 92 സ്ക്വയർ 92 100 ആകുമ്പോൾ നമുക്ക് എത്ര വേണം? 8. 864 864 എഴുതി നമ്മളവിടെ. ഇനി 92 8 കുറച്ചോ? 84. റൈറ്റ് ആൻസർ. 84 അവിടെ പിൻവശത്ത് ചേർത്താൽ മതി. ഈസി അല്ലേ? ഇനി 93 നോക്കാം. 93 100 ആകുമ്പോൾ എത്ര സംഖ്യ വേണം? 7. 7 into 7 49. 7 7 49 അല്ലേ? ഇനി അതിൽ നിന്ന് 7 കുറച്ചോ? 86. കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? ഈ 3 കാര്യം പിന്നെ ശിഖക്ക് മനസ്സിലായല്ലോ. 91 സ്ക്വയർ, 92 സ്ക്വയർ, 93 സ്ക്വയർ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാൻ പറഞ്ഞ ശിഖക്ക് പെട്ടെന്ന് മനസ്സിലാവും. 94 സ്ക്വയർ. പെട്ടെന്ന് പറ. 8836. 8836 റൈറ്റ് ആൻസർ. സ്പീഡായില്ലേ ഇപ്പോൾ?
അപ്പോൾ ഇത് പ്രാക്ടീസ് ആയാലോ? ഇത് പ്രാക്ടീസ് ആയാലും ഇത്രയും സമയം വേണ്ട, ഇതിനേക്കാളും സ്പീഡിൽ പറയാം. 85 സ്ക്വയർ, 95 സ്ക്വയർ, 96 സ്ക്വയർ, 97 സ്ക്വയർ, 98 സ്ക്വയർ, 99 സ്ക്വയർ, സെയിം മെത്തേഡ്. ഇതെല്ലാം മൈൻഡിൽ വേണേ. നമ്മൾ കുറേ കാര്യം പഠിച്ചു, വ്യത്യസ്തമായിട്ടുള്ള പിന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് വരുന്നത്. ഇതെല്ലാം കറക്റ്റാണ്, ഒരേ റൂളാണ് വരുന്നത്. ഇനി ശിഖ ആരെങ്കിലും 3 അക്ക സംഖ്യ പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം 91 സ്ക്വയർ പറഞ്ഞു. ഇനി 991 സ്ക്വയർ, 991 സ്ക്വയർ. ദാറ്റ് മീൻസ് 991 ഇൻറ്റു 991. 991 ഗുണിക്കണം 991. വലുതല്ലേ, ഗുണിക്കാൻ കുറേ സമയം വേണം. നമ്മൾ മെത്തേഡ് പ്രകാരം വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ്. 991 3 അക്ക സംഖ്യയാണല്ലോ. അതിൽ നിന്ന് 1000 എത്താൻ വേണ്ടി എത്ര വേണം? 991 9 മതിയല്ല. 991 കൂടെ 9 കൂട്ടിയാൽ 1000 വന്നു. ശരിയല്ലേ? അത് മൈൻഡിൽ നിന്ന് കണക്കൂട്ടിയെടുക്കാൻ പ്രയാസമില്ല നമുക്ക്, ഇല്ല. ആ 9 81 81 എഴുതി. അത് 3 അക്ക സംഖ്യ ആക്കണം, 3 ഡിജിറ്റ് വേണം. അപ്പോൾ 81 തൊട്ട് പിൻവശത്ത് 0 ചേർക്കണം. 081. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? 991 1000 ആവാൻ വേണ്ടി 9 വേണം. 9 81. 81 തൊട്ട് പിൻവശത്ത് 0 ചേർത്തു അല്ലേ? ഇനി 991 9 കുറച്ച് നോക്ക്. 982. 982 അത് അതിൻ്റെ തൊട്ട് ബാക്കിൽ എഴുതിയാൽ മതി. 6 അക്ക സംഖ്യയിലൊരു ആൻസർ കിട്ടി അല്ലേ? 982 081. 6 അക്ക സംഖ്യയിൽ ഒരു ആൻസർ നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് പറഞ്ഞല്ലേ. ഇനി ഒരു സംഖ്യ ഞാൻ പറയാം, ശരിക്കും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. 992 സ്ക്വയർ 1000 ആകുമ്പോൾ എത്ര വേണം? 8. വേഗം സ്ക്വയർ കൊണ്ടോ? 64. ഇപ്പം എന്ത് ചെയ്യണം? 0. ഇനി തൊട്ട് ബാക്കിൽ 992 8 കുറച്ചോ? 984. 984. കറക്റ്റ് ആൻസർ. ശിഖയ്ക്ക് 2 കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ 998 വന്ന അങ്ങനെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. പഠിച്ച അതേ തിയറി പിന്നെ മെത്തേഡാണ്. 998 1000 ആവുമ്പോൾ എത്ര സംഖ്യ വേണം? 2. 2 സ്ക്വയർ 4. 3 അക്ക സംഖ്യ വേണ്ടേ? അപ്പോൾ 4ൻ്റെ കൂടെ 2 0 ചേർക്കണം പിൻവശത്ത്. 004. ഇനി 998 2 കുറച്ചോ? 996. അതിൻ്റെ ഫ്രണ്ടിൽ ചേർത്താൽ മതി, ഫ്രണ്ടിൽ ബാക്കിൽ അല്ലേ? 996004. ഒരു 6 ഡിജിറ്റ് നമ്പർ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി 997 996 അതുപോലെ പോയാൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആ വീട്ടിൽ പോയി ഒരു ചാർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചോ. എന്നെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് ചാർട്ട് വെച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ആ തുടക്കത്തിൽ. പിന്നെ അതൊന്നും ആവശ്യമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊന്നും പ്രയാസമില്ല, ഒറ്റയടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് കണക്ക് എന്താണെന്നും അത് എത്ര ഈസി ആണെന്നും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ സാധാരണ ഏറ്റവും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ കണക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെറുപ്പുള്ള ഒരു സബ്ജക്റ്റ്. പക്ഷേ കണക്കിലെ അബാക്കസിലൂടെ നമുക്ക് ഏറ്റവും സ്പീഡിൽ കണക്കിൻ്റെ ട്രിക്കുകൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അത് നമുക്ക് മാഷും ഇന്ന് ശിഖയും ചേർന്ന് നമ്മൾ ആ ട്രിക്കുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ട്രിക്കിൻ്റെ സീക്രട്ട് ആദ്യമേ പൊട്ടിക്കേണ്ടായിരുന്നു, ഇപ്പോൾ ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സീക്രട്ട് എന്താണെന്ന് മാഷിനോട് ചോദിക്കാം. അപ്പോൾ മാഷേ, കഴിഞ്ഞ ആഴ്ചയിലെ ആ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞു ട്രിക്കിൻ്റെ? എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ 100 അടുത്ത് 2 സംഖ്യകളല്ലേ ഉദ്ദേശിച്ചത് നമ്മൾ? അത് 90 മുകളിലോട്ടായിരിക്കും. 90 മുകളിൽ 91 മുതൽ 99 വരെ ആവാം. നമുക്ക് ഏത് ഉദാഹരണം എടുക്കുന്നത്? 93 94 എടുത്താലോ? ഏതും എടുക്കാം. 94 95 90 ഏതും എടുക്കാം. 90 മുകളിലുള്ള ഏതും എടുക്കാം. 93 93 ഇൻറ്റു 94 അതെടുത്തു. എളുപ്പമാണ്. നമ്മൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ഗുണിക്കൊന്നും വേണ്ട. 93 അതിന് നേരെ ഫ്രണ്ടിൽ 100 നിന്ന് എത്ര കുറച്ചാലാണ് 93 എത്ര? 100 നിന്ന് 93 കുറച്ചാൽ എത്ര കിട്ടും? 7 -7. അടുത്ത 94 അല്ലേ?
100 94 കുറച്ചാൽ 6, 7, 6. 100-നെക്കാളും കുറവാണല്ലോ 93-ഉം 94-ഉം. അപ്പോൾ മൈനസ് കൊടുക്കണം അവിടെ. -7 -6 7 6 42. 42 കൊടുത്തു. 7 6 42. ഇനി 93 നേരെ ക്രോസ്, 2 ക്രോസ്, ആ സംഖ്യ കുറച്ചാൽ മതി. 93 6 കുറച്ചാലും 94-ന് 7 കുറച്ചാലും ഉത്തരം ഒന്നായിരിക്കും, 87 ആയിരിക്കും. ഇത് നോക്കിയ 93 അതെ 7, 94 6, 7 6 42. അതിന് ക്രോസ് മൈനസ് ചെയ്താൽ മതി. എങ്ങനെ 93 ക്രോസ് മൈനസ് ചെയ്താൽ ഒരേ സംഖ്യ 87 കിട്ടും. പക്ഷെ ഇത് 90-നും 100-നും 90-നും ഇടയ്ക്കുള്ളത് മാത്രം. അത്രേ ഉള്ളൂ, അത്രേ കിട്ടും. ഓരോന്നിനും ഓരോ ട്രിക്കാണ്. ഇപ്പോൾ 95 94 ആകുമ്പോൾ 95 5 അല്ലേ, അതെ -5. 94 -6 അല്ലേ, 6 5 30. അതിന് ക്രോസ് ആയിട്ട് മൈനസ് ചെയ്താൽ മതി, ഇപ്പുറം ഉത്തരം കിട്ടും. അത് ഇപ്പുറം ഇട്ടാൽ മതി. ആൻസറായി. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ അത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പമല്ലേ അത്? മൈൻഡിൽ ഒരു ചെറിയൊരു മൈൻഡ് എക്സസൈസ്, മെൻ്റൽ എക്സസൈസ് ഇത് നടത്തിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം ഈ എപ്പിസോഡ് മൊത്തം ട്രിക്കുകളെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് പ്രത്യേക ട്രിക്കോ സീക്രട്ടോ ഒന്നുമില്ല. വേണ്ട, ഇത് പ്രാക്ടീസ് ചെയ്യട്ടെ കുട്ടികൾ. ഇനി ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഇതെല്ലാം പഠിച്ചെടുക്കട്ടെ. അടുത്ത കുറച്ച് എപ്പിസോഡുകളിലേക്കുള്ളത് തന്നെ ഈ എപ്പിസോഡ് മാത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുറേ അവർ പഠിച്ച് കഴിയട്ടെ. തുടർന്നുള്ള ഇനി അധ്യായം വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സംഭവം കൊടുക്കാം. അതുപോലെ അത് മതിയും തോന്നുന്നത്. അല്ല, ഒന്നിച്ച് തലയിൽ കയറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും കുട്ടികൾ. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് വേറൊരു കാര്യം കൂടി, ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച്, അതായത് മെറ്റീരിയൽ ടൂൾ ഉണ്ട് ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട്, അതും കൂടെ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. മാഷ് എപ്പോഴും പറയാറുണ്ട്, എല്ലാ ആഴ്ചയിലും ഒരു 10-15 മിനിറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഒരു നമ്പർ ഉണ്ട്, അതിനകത്തേക്ക് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.